അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും ഒരു US സൈനിക താവളത്തിലേക്ക് കരസേനാ നീക്കം നടത്തണമെന്ന് ഇറാൻ മുൻ വിദേശകാര്യമന്ത്രി താവളം പിടിച്ചെടുത്ത് അവിടുത്തെ US സൈനികരെ ബന്ദികളാക്കി ഇറാനിലെത്തിച്ചാൽ അത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ രാഷ്ട്രീയമായും സൈനികമായും മുട്ടുകുത്തിക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതേസമയം ഇറാനുമായുള്ള ധാരണ നീട്ടാൻ അമേരിക്ക ശ്രമിക്കുന്നില്ല എന്നും ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്നും ട്രംപ് വാദിച്ചു. MCA നാസർ വിവരങ്ങളുമായി. MCA, എന്താണിപ്പോൾ ഈ കോൺഫ്ലിക്റ്റിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്? അതെങ്ങോട്ടേക്കാണ് വികസിക്കുന്നത്? നിഷാദ്, 2 മാസത്തെ ഒരു കാലാവധിയായിരുന്നു ജൂൺ 17 ഒപ്പുവെച്ച കരാറിനെ തുടർന്ന് ഉണ്ടായത്. അതിനുള്ളിൽ പ്രധാന വിഷയങ്ങളിൽ ഒരു സമവായത്തിലെത്താനും അതോടൊപ്പം തന്നെ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ 2 മാസത്തിനപ്പുറം ചർച്ചകൾ തുടരാനുമായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണ. ഇതിന്റെ ഭാഗമായിട്ടാണ് ജൂൺ 17 ഒപ്പുവെച്ച 14 ധാരണാപത്രം രൂപപ്പെട്ടത്. പക്ഷേ അതിന്റെ കാലാവധിയാണ് ഇപ്പോൾ ഇന്നലെ അവസാനിച്ചിരിക്കുന്നത്. ഇതോടുകൂടി 2 കൂട്ടരും, അതായത് അമേരിക്കയും ഇറാനും നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇറാൻ സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങുകയല്ലാതെ അവർക്ക് മുമ്പിൽ മറ്റൊരു മാർഗമില്ല എന്നൊരു പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത്. അതുമാത്രമല്ല, ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചയെപ്പോലും ഒരു ശുഭകരമായിട്ടല്ല അമേരിക്കൻ പ്രസിഡന്റ് നോക്കിക്കാണുന്നത്. കാരണം ഈ ചർച്ചകൾക്ക് വഴിമുടക്കിയാൽ അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരെ നിന്നാൽ ഒമാനെതിരെയും ബോംബാക്രമണം നടത്തുമെന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണം ഇന്നലെ തന്നെ ട്രംപ് നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് തങ്ങളുടെ നിലപാട് കൂടുതൽ കടുപ്പിക്കാൻ ഇറാനും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇടക്കാലത്ത് സൈനിക നേതൃത്വത്തിലേക്ക് പൂർണ്ണമായിട്ടും കടുത്ത നിലപാടുകാരെ കൊണ്ടുവരാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖാംനെയി തീരുമാനിച്ചിരുന്നു. അതിന്റെ കൂടി വെളിച്ചത്തിലാണ് തൽക്കാലം അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയും വേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. മേഖലയിലെ ഏതെങ്കിലും ഒരു അമേരിക്കൻ സൈനിക താവളം പിടിച്ചെടുക്കണം എന്നത് ഉൾപ്പെടെയുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് മുൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. ഇതുവരെ തങ്ങൾ സ്വീകരിച്ചത് പ്രതിരോധ നിലപാടായിരുന്നു. ഇനി അത് മുന്നോട്ട് പോവുകയില്ല, കുറെ കൂടി ആക്രമണോത്സുകമായിട്ടുള്ള നിലപാടുകളിലേക്ക് വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖത്തറും പാകിസ്ഥാനുമാണ് ഈ മധ്യസ്ഥ നീക്കങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായി മാറിയിരിക്കുകയാണ്. നിഷാദ്.